മലപ്പുറത്തേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. മലപ്പുറത്ത് അരുൺ നേരത്തെ ഒരു അമ്മേനൊക്കെ കണ്ടിരുന്നു, സദ്യനൊക്കെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. സദ്യ മാത്രമാണോ നാളെ ഉള്ളൂ, മറ്റു വിഭവങ്ങളൊക്കെ നോൺ വെജ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ, ആരുടെയെങ്കിലും അങ്ങനെയൊക്കെ വാങ്ങുന്നുണ്ടോ? നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാം. അരുൺ. അതെ അക്ഷയ, തീർച്ചയായും ഈ സദ്യയുടെ അറ്റത്ത് ഒരു മീൻ വറുത്തത് മസ്റ്റാന്നൊക്കെ പറയുന്ന ആളുകളുടെ നാടാണ് ഈ മലബാർ. അക്ഷയ്ക്ക് പ്രത്യേകിച്ചും അറിയാലോ. അപ്പോൾ നമ്മൾ ഉൾപ്പെടെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മീൻ പൊരിച്ചതും കൂടെ വേണമെന്നൊക്കെ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ചിന് മാറ്റി പിടിച്ചു. നേരത്തെ ഞാൻ ഈ പച്ചക്കറി കടയിൽ നിന്നൊരു തുണിക്കടയിലേക്ക് വന്നൊക്കെയാണ്. ഇവിടെ കുറച്ചുകൂടെ തിരക്കുണ്ട്, എന്നാലും ഒരു ഫുൾ സിങ്ങിലേക്കൊന്നും തിരക്ക് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്നലെയൊക്കെ വൈകിട്ട് സമയങ്ങളിൽ വലിയ തിരക്കൊക്കെ കണ്ടിട്ടുള്ളത്. അത്രയും വലിയൊരു തിരക്ക് ഈ ഒരു സമയത്ത് എടുക്കണം എന്നുണ്ട്, അതിനുള്ള സമയം കിട്ടുന്നില്ലല്ലോ. ഞാൻ വർക്കോളിക്കല്ലേ, അക്ഷയൊക്കെ പൂജക്കൊക്കെ അറിയാലോ. ഇവിടെ അത് പ്രത്യേകം കട്ട് ചെയ്ത് എക്സിക്യൂട്ടീവ് എഡിറ്റർക്ക് അയച്ചു കൊടുക്കണോ, എങ്ങനെ ഇതിപ്പോ ചെയ്യണ്ടേ? അക്ഷയ പൂജയൊക്കെ ഓണക്കോടി എടുത്തതിന് ശേഷമല്ലേ ഫ്ലോറിൽ കയറിയത്? അതെ 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 അതെ. നിന്റെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. നീ എന്തെപ്പോ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും അത്തരത്തിൽ തിരക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ആളുകളുടെയൊക്കെ പ്രതികരണം തേടാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ചേച്ചി വിചാരിച്ച ഡ്രസ്സൊക്കെ കിട്ടിയ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ? കൺഫ്യൂഷനൊന്നുമില്ല, ഞങ്ങൾ ഏതേതാ എടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷൻ. ആ അതന്നെ. എന്താ കിട്ടിയോ? ഓ കിട്ടി കിട്ടി. എന്തൊക്കെയാ പർച്ചേസ് പ്രാവശ്യം? സാരി ഉണ്ട്, ചുരിദാർ ബിറ്റ്. എങ്ങനെയാ ഓണത്തിന് ഉള്ള ഒരുക്കങ്ങളൊക്കെ എന്തായി? നമ്മളെ 2 ആങ്കർമാർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, സാരിയൊക്കെ എടുത്ത് ഫുൾ സെറ്റ് ആയിട്ട്. ഓരോട് എന്തൊക്കെ സന്ദേശം? സാരി അല്ല കേട്ടോ, ഞങ്ങൾ സാരി അല്ല എടുത്തത്, ഞങ്ങൾ മാറ്റി പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അവരെ മാറ്റി പിടിച്ചിട്ടുണ്ട്. അവരോട് എന്താ പറയാണ്ടോ? അല്ല, ഞങ്ങൾ രാവിലെ എടുത്ത് പോകുന്നത് ഇല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരോട്. രാവിലെ എടുത്തത് മാറ്റിയതാണ്. എവിടുന്ന് വരുന്നവരാണ് ചേച്ചിമാർ? എങ്ങനത്തെ സാരിയാ? കേരള സാരിയാണോ എടുക്കുന്നത് അതോ കളർ? ഏത് സാരി എടുക്കുന്നതെന്ന്? കേരള സാരി ആണോ എന്താ എടുക്കുന്നത്? കേരള സാരി അല്ല ഞങ്ങൾ എടുത്തത്, മറ്റേ സാധാ കല്യാണത്തിന് വെറൈറ്റി എടുത്തു. ഞങ്ങൾ മാറ്റിയവിടെ വെച്ചിട്ടുണ്ട്. ആ സാരി ഒന്ന് കാണിച്ചു കൊടുക്കോ, സാരി ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതും നല്ല കളറാണല്ലോ, മെറൂണ്. പക്ഷെ അല്ല, മെറൂൺ കളർ സാരി. ഇത് മാറ്റിയല്ലേ? കൺഫ്യൂഷനൊക്കെ മിക്കവാറും ഇപ്പൊ തീരും. ബില്ലിംഗ് സെക്ഷനിലുണ്ട്, 2 മാറ്റി. എല്ലാരും പർച്ചേസ് കഴിഞ്ഞോ വീട്ടിലത്തെ? കുട്ടികളല്ലേ, ഓലൊക്കെ സ്വയം പോയി എടുക്കാനായി. അതന്നെ, ഓരോന്നും നമ്മളെ ഇഷ്ടമല്ലേ, ഫുള്ള് മോഡേൺ ട്രെൻഡ്സിനൊപ്പം സഞ്ചരിക്കാല്ലേ. അങ്ങനെ തന്നെ ഫുള്ള് കളറാട്ടെ. ഈ ഫുള്ള് ഇതിൻ്റെ ഉള്ള ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെ വരുമല്ലേ കളർ ഇങ്ങനെ കാണുമ്പോൾ. ഞാനും നിങ്ങളെ മുഖത്ത് ആ കൺഫ്യൂഷൻ കണ്ടിട്ട് ഞങ്ങളിലേക്ക് എത്തിയേ. ഇപ്പം എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. എങ്ങനെയുണ്ട് കച്ചവടം? അടിപൊളിയാണ്, അടിപൊളിയായിട്ട് പോകണം. ഓണൊക്കെ ആഘോഷം പ്ലാൻ എങ്ങനെയാ? പ്ലാന് 2-3 ദിവസം ലീവ് എടുക്കണം, അടിപൊളിയാക്കണം. ലീവ് എടുത്ത് തകർക്കണം. ഓക്കെ, ലീവ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അക്ഷയ്ക്കൊന്നും ലീവ് കിട്ടുന്നില്ല എന്നുള്ള സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ ആ ഫ്ലോറിലൊക്കെ വൈബാക്കുന്ന ആൾക്കാരാണ് അക്ഷയും പൂജയും നമ്മുടെ അവിടെയുള്ള ആങ്കർമാരൊക്കെ. അവരുടെ ഒരു വൈബ് തന്നെയാണ് നമുക്ക്. തിരുവനന്തപുരത്തൊക്കെ നീ ഒരു തുണിക്കടയിൽ വന്ന് കയറിയാൽ കാല് കുത്താൻ ഇപ്പൊ ഇടം കിട്ടത്തില്ല. എന്തിനാ ഈ പോത്തീസിലോട്ടൊന്ന് പോയാ മതി, അവിടെയാണ് കുറച്ച് നേരത്തെ എടുത്തു വെച്ച് അങ്ങനെ. പക്ഷെ ഞങ്ങൾ അങ്ങനെ പിറകിലാന്ന് സമ്മതിച്ചു തരാൻ എനിക്ക് മടിയുണ്ട്. വൈകിട്ട് അത് ചെറിയൊരു ലഞ്ച് ബ്രേക്ക് എടുത്തതാണ് മലപ്പുറംകാർ. കുറച്ച് കഴിയുമ്പോ ഞങ്ങൾക്ക് പറയാനത് മലബാറുകാർ പ്രത്യേകിച്ചും ഞങ്ങൾ സമ്മതിച്ചു തരൂല. കുറച്ച് ആൾക്കാരുള്ളിടത്തേക്ക് അരുൺ വേഗം പോകണം, ആൾക്കാരെ കാണിക്കണം. നമുക്ക് സംഭവം ഇന്നലെ പർച്ചേസ് ചെയ്ത് പോയി കുറെയൊക്കെ കാണിച്ചു കൊടുക്കണം പ്രേക്ഷകരെ. കുറെ നേരം കൊണ്ട് നിൽക്കുക, കാരണം അടുത്ത കോഴിക്കോടിനെ കുറിച്ചാ പറയാൻ പോകുന്നത്. അതിന്റെ ആവേശമാണ് കേട്ടോ ഇവിടെ. പറഞ്ഞു കോഴിക്കോടിനെ പറ്റി പറയുന്നതിന് മുമ്പ് അമ്മമാരെ മക്കള് ഓണക്കോടി എടുത്തോന്ന് ചോദിക്കും, പറയുന്നത് അവര് വലിയ കുട്ടികളായില്ലേ, സ്വന്തം എടുത്തൂടെ. അങ്ങനെയാണ് എല്ലാവരും സ്വയം പര്യാപ്തരാണ്. മാറുന്ന ഒരു ഓണം, മാറുന്ന ലോകമൊക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്.